അവിടെ കാണുന്ന മല കണ്ടോ? ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടൻ റിയൽ കണ്ട് ഒരു സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പം ചെക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ആ വഴി പോകുമ്പോൾ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളും അതേമാതിരി കുറേ വണ്ടികൾ വാസമുണ്ടൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ച ഭംഗിയാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. പിന്നെ ഇവിടെ ഈ ഒരു തേയിലത്തോട്ടം ഒരു പ്രൈവറ്റ് ടൈം കൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു അവകാശമില്ലെങ്കിൽ കയറണ്ട, പോട്ടെ. ഈ മുമ്പിൽ കാണുന്ന ഹോട്ടലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഇനി മേളിലായിട്ട് പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ ഫുഡ് സ്പോട്ടൊന്നും ഇല്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അത് കാരണം പറഞ്ഞു ഇനി മേളിലേക്ക് പോകുന്ന ഹോട്ടൽസ് ഒന്നും ഇല്ല, അത് കാരണം നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം. അപ്പോൾ നേരെ കൈയും കഴുകി ഇരുന്ന് കസേരയിൽ ഇരുന്നപ്പോഴാണ് നമ്മൾ 2-3 പിള്ളേർ അവിടെ നിന്ന് ഓടിച്ചത്. ഇതേ ഓർണം പോകണം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് എത്തിയേക്കാണ്. നമ്മൾ ചോറും കുറച്ച് അച്ചടിക്കിച്ചിട്ട് കഴിയണം, അത് കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം. ഇവിടുന്ന് 2 കിലോമീറ്റർ കൊണ്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മരങ്ങളുടെ തോല് പയ്യെ കീറി തുടങ്ങി. അത് കാരണം നമ്മൾ ഇവിടെ നിർത്തി ക്യാപ്ചർ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ മനോഹരമായ കാഴ്ചപ്പാടാണ് ഫുൾ നേച്ചർ. ഞങ്ങൾ അതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സ്പോട്ട് എത്തി. ഇനി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലാറ്റായി. ഈ ലുക്ക് കണ്ടോ, ഭയങ്കര ലുക്കല്ലേ. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ നല്ലൊരു വ്യൂസും നല്ല കാറ്റും വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോൾ ആ കാണുന്ന സ്പോട്ടില്ലേ, അവിടെ നിന്നാണ് ഞങ്ങൾ എത്തിക്കണേ. എനിക്കത് മാത്രം നല്ല ഓർമ്മയുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ പ്രത്യേക വേറൊരു ഫീലിങ്. ഏത് അത് തന്നെ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രശ്നം വേറൊന്നുമില്ല പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല അയാളുടെ ഉള്ള ഇവിടം വേറെ കയറി ഇതിൻ്റെ ഒക്കത്ത് കയറാനാണ്. പ്രശ്നമൊന്നുമില്ല, കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വല്ല പാസ് എടുക്കാനൊന്നും ചോദിച്ചാലുള്ള പറഞ്ഞില്ല. പറ്റിയാ നമുക്ക് പോവാം. ഇത് വൈബ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഏത് എന്താ അടിപൊളി വ്യൂ ആണല്ലേ. ഇനി ഇത് കാണേണ്ടി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരായി പോയില്ലേ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴെങ്കിലും ഒരു ഗൈഡ് പറഞ്ഞു ഈ മേളിലേക്ക് പോകാനുള്ള യാതൊരു ചാൻസും ഇല്ല. ബിക്കോസ് അവിടെ ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ മേളിൽ എത്തിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പോയി കാണിച്ചിട്ട് ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ അവിടെ നിൽക്കാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അദ്ദേഹം എന്തിനും അങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ ആകെ ഫുൾ സ്റ്റഡായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ മേളിൽ കയറാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നേ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ആകെ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നെ കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് വരുമ്പോൾ ഓരോ സ്പോട്ട് കാണുമ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പിന്നെ കാണുമ്പോൾ ഇൻട്രസ്റ്റ് കൂടി ടെൻഡൻസി കൂടി മേളിൽ എത്തണം. എൻ്റെ അവിടുത്തെ വ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്താ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ കൂട്ടുകാരനൊക്കെ വിളിച്ചു നോക്കി. അപ്പോൾ അവന്മാരൊക്കെ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരടുത്ത് പറഞ്ഞു കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരിഫ് സപ്പോർട്ട് പിടിച്ച് നമുക്ക് ഒറ്റ വണ്ടി കയറാമെന്ന് പറഞ്ഞു. പിന്നെ ആരും പറഞ്ഞു ഇനി ടിക്കറ്റിൻ്റെ അവരൊക്കെ ആണെങ്കിൽ മേളിലെത്തുമ്പോൾ ഫോറസ്റ്റ് ഓഫീസർ എടുത്ത് കാര്യം പറഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഇവിടെ എത്തിയതല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ മേളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. വേറൊന്നും കൊണ്ടല്ല, അവധി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടു. മലകൾ, കുന്നുകൾ, തേങ്ങ, മാങ്ങ. അപ്പോൾ ഇനി ഞങ്ങൾ മേളിലേക്കുള്ള ചുവടുവെപ്പാണ് ഞങ്ങളുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഇനി ഞാൻ ആദ്യം കയറി കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവർ താഴെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമാട്ടോ, വേറൊന്നും പറയാനില്ല എനിക്ക്. ഇതിപ്പോൾ കയറിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൊട്ടനായി പോയില്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് ഈ മനോഹരമായ കാഴ്ച ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം, വലിഞ്ഞോട് കയറിക്കണം. ഒറ്റ ബുദ്ധി, എന്ത് ചെയ്താലും ഒറ്റ ബുദ്ധി. സ്വന്തം റിസ്കിൽ പോകണോട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിവിടെ മേളിൽ കയറുന്ന റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. വേറൊന്നും പാട്ട് നിങ്ങളുടെ
ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിഫും ജോബിയും കൂടി മേളിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴേക്കും വളരെ തളർന്നുപോയി. പക്ഷെ എന്നാലും വിട്ടുകൊടുത്തില്ല, അവന്മാർ വലിഞ്ഞ് പിടിച്ചാണേലും കയറിയിരിക്കും. അങ്ങനെ ഞങ്ങൾ സ്പോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആരിഫ ജോബിയും കൂടി നടന്നും കൂടെ എത്ര സ്പീഡ്, സൂപ്പർ അടിപൊളി. അപ്പോൾ മേളിലെത്തി കഴിഞ്ഞപ്പം വേറെ ലെവൽ ഫീലിങ്സ് ആയിരുന്നു. നമ്മൾ ഫുള്ളും തണുപ്പും വെയിലും എല്ലാം. ഒരു സമയം ഒരു 4 മണി 5 മണി ആയിക്കപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിക്കണേ. നിങ്ങളുടെ ആ സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ കലക്കനായിരിക്കും. ജസ്റ്റ് വ്യൂ നോക്കിയൊന്ന്. ചപ്പാത്തി കഴിക്കാനല്ലേ പോയത്, പിന്നെന്തിനാ നീ ബിരിയാണി കഴിച്ചത്? അവിടെ പോയപ്പോ ബിരിയാണി കഴിക്കാൻ 2 വട്ടം കഴിച്ചു, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട്. ജോബി പറ, ജോബി തീരും. ഹലോ ഗൈസ്, പറ. നമ്മളിപ്പോൾ മൂന്നാർ കഴിഞ്ഞു അടിമാലി കയറാൻ പോകുകയാണ്. അടിമാലി ഇവിടെ എന്താ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ പൊളി. അവിടെയോ അഭി എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ അടി അടി സഖ്യ ഒരു പ്രാവശ്യം വന്നിരിക്കണം. ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കണം. എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ജോബി ആശാനെ പോലെ ഒരാൾ വേണം. അതാണ് മെയിൻ. കേറിയപ്പോ പറ്റിയത് അപ്പടി.